اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ അനിവാര്യമായി തീർന്ന കാര്യമാണ്. അവ യഥാവിധി നിർവഹിക്കാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ ഇബ്നു അയ്യാഷ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. ഇന്ന അഹദഹും ലൗ സഖത മിൻഹു ദിർഹമൻ ലളല്ല യൗമഹു യഖൂൽ ഇന്നാ ലില്ലാഹി ദഹബ ദിർഹമി വലാ യഖൂലു ദഹബ യൗമി മാ അമിൽതു ഫീഹി. ഏറെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാചകമാണ്. ഒരു വ്യക്തിയുടെ പക്കൽ നിന്ന് ഒരു ദിർഹം നഷ്ടപ്പെടുകയാണെങ്കിൽ, ഇന്ന അഹദഹും ലൗ സഖത മിൻഹു ദിർഹം, ഒരു ദിർഹം നഷ്ടപ്പെട്ടാൽ ലളല്ല യൗമഹു യഖൂൽ, അവൻ ആ ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ് അവൻ പറയുക? ഇന്നാ ലില്ലാഹി ദഹബ ദിർഹമി, എൻ്റെ ആ തുക എവിടെയാണ് പോയത് എന്ന വിഷയത്തിൽ ആശങ്ക അവൻ അലട്ടും. അത് സ്വാഭാവികമാണ്. നമ്മുടെ പോക്കറ്റിൽ വെച്ച ഒരു നിശ്ചിത തുക അത് എവിടെയാണ് ചെലവഴിച്ചത് എന്നറിയാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആകുലത ഉണ്ട്, നമുക്കുണ്ടാകുന്ന ടെൻഷൻ ഉണ്ട്. പക്ഷേ ഇപ്പൊ എവിടെ വെച്ച് എന്ന് നമ്മൾ പറയും. അതൊരു പക്ഷെ 1-2 ദിവസം നീണ്ടു നിന്നേക്കാം. ആ തുകയുടെ കനത്തിനും വലുപ്പത്തിനും അനുസരിച്ച് ഒരു വ്യക്തി അവന്റെ കയ്യിൽ നിന്നൊരു ദിർഹം നഷ്ടപ്പെട്ടാലടക്കം അവനൊരു ആശങ്ക ഉണ്ടാവും. എന്നിട്ട് മഹാനായ അബൂബക്കർ ഇബ്നു അയ്യാഷ് റഹ്മത്തുള്ളാഹി പറയാണ്, വല യഖൂൽ, അവൻ എന്തുകൊണ്ട് പറയുന്നില്ല, ദഹബ യൗമി, എന്നിൽ നിന്നൊരു ദിവസം നഷ്ടപ്പെട്ടു പോയി, മാ അമിൽതു ഫീഹി, ആ ദിവസത്തില് പ്രത്യേകിച്ചൊന്നും എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. സൂര്യോദയത്തിന് എണീച്ച് സുബഹിക്ക് എണീച്ച് അതിന് അവന് കിടക്കപ്പായിൽ കിടക്കാൻ പോകുന്ന ആ ഒരു ഡ്യൂറേഷൻ, ആ കാലയളവിൽ, ആ ഒരു ഇടയിൽ അവന് പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളൊന്നും അധികരിച്ചൊരു ദിവസം അവന് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് വിഷയത്തിൽ അവൻ എന്തുകൊണ്ട് സങ്കടപ്പെടുന്നില്ല എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു വാചകം, ഇനീല അംഖുതു അൻ അററുജുല, എനിക്ക് ചില ആളുകളെ കാണുന്നത് ഉറപ്പാണ്. ആ ആളുകളുടെ ഒരു രീതി എന്താണ്? ഫാരിഗല്ലാ ഫി അമലി ദുനിയ വലാ ഫി ആഖിറ, ദുനിയാവിന്റെ പണിയിലും അവർ വ്യാപൃതരല്ല, ആഖിറത്തിന്റെ പണിയിലും അവർ വ്യാപൃതരല്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവരെ എനിക്ക് കാണുന്നത് ഉറപ്പാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനി എന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെ, അതീവ താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് അനിവാര്യമായ കാര്യം തന്നെയാണ്. അതിലെ അറിവ് പഠിക്കുക, ആ അറിവ് പഠിക്കുന്ന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിന്റെ ഒരു ഗൗരവം നമുക്ക് തിരിച്ചറിയുക തന്നെ വേണം. സ്വാഭാവികമായിട്ടും ആഴ്ചയിലെ ഒരു ഖുർആൻ ക്ലാസ്സിന് നമ്മൾ വരുന്നുണ്ട്, നമ്മൾ ഇരിക്കുന്നു. ഒരുപക്ഷെ ഗ്രൂപ്പിലുള്ള റിമൈൻഡ് മെസ്സേജ് കാരണത്താലാകാം, അതല്ല എങ്കിൽ സ്വയം താല്പര്യാർത്ഥമാകാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ആഗ്രഹം കടന്നു വന്നിട്ടുണ്ട്, എത്രത്തോളം ഞാൻ എന്തിനാണിത് പഠിക്കുന്നത് എന്നൊരു ചിന്ത, പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു വാഹനത്തിന്റെ ചക്രം കറങ്ങുന്നതിനനുസരിച്ച് കറങ്ങുന്നു എന്നുള്ളതിലുപരി എൻ്റെ മേൽ അനിവാര്യമായ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെയും മേൽ നിർബന്ധമാണ് എന്ത്? അള്ളാഹുവിന്റെ ദീന് പഠിക്കുക, അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. ആ വിഷയത്തിൽ ഞാൻ എത്രത്തോളം ശ്രദ്ധാലുവാണ് എന്നൊരു ചർച്ച, ആ ഒരു ആഗ്രഹം, പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും റമദാൻ മാസത്തില് ഖത്തം തീർക്കാൻ വേണ്ടിയിട്ട് നാം ഏറെ കിണഞ്ഞ് പരിശ്രമിച്ചവർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ നെഞ്ചിൻ കൂടി കൈവച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം.
ആ റമളാൻ കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, റമളാനിൽ നമുക്കുണ്ടായിരുന്ന ഒരു ശ്രദ്ധ, റമളാനിൽ നമുക്ക് ഖുർആനിനോടുണ്ടായിരുന്ന ഒരു ഹുബ്ബ്, ഖുർആനിനോടുണ്ടായിരുന്ന ഒരു ആഗ്രഹം മറ്റു മാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? മഹാരഥന്മാരായ പണ്ഡിതന്മാര് ഖത്തം തീർക്കുന്നത് റമളാനിൽ മാത്രം ഒതുക്കി തീർക്കേണ്ട കാര്യമല്ല എന്ന് പറയലുണ്ട്. റമളാനിൽ ഒന്നുകൂടി ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും ആവേശത്തോടു കൂടിയും പാരായണം ചെയ്യണം. അതിനപ്പുറം നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വേണം. ഖുർആന്റെ വിഷയത്തിൽ ഒരു ജദുവല് വേണം. എന്താണ്? ഞാൻ ഇൻഷാ അല്ലാഹ് യൗമുൽ ഈ ചൊവ്വാഴ്ച ദിവസം എനിക്ക് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി ബഖറയിൽ ഒരു 10 പേജുകൾ ഞാൻ വരുമ്പോൾ ഓതും. അതിനുശേഷം 10 ഞാൻ ഓതും. എനിക്കൊരു ജുസ് ഓതാൻ കഴിയുമെങ്കിൽ ഒരു ജുസ് ഞാൻ ഓതും എന്നൊരു തീരുമാനം എടുത്ത് നമ്മൾ പോയിട്ടില്ല എങ്കിൽ നമ്മളെ പറ്റി പറയുന്ന അഹ്ലുൽ ഖുർആൻ എന്നാണ്, അല്ലെ? ഖുർആനിന്റെ ആളുകളാണ് അഹ്ലുല്ലാഹി വഖാസ. ഒരു അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്, അള്ളാഹിന്റെ പ്രത്യേകം ആളുകളാണ്. നമ്മള് വാചികമായി പറയുന്നുണ്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ആ ഖുർആനിനെ എത്രത്തോളം നെഞ്ചിലേറ്റാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോ നമ്മൾ പഠിച്ചൊരു ആയത്തായിരുന്നു, അല്ലെ? അതിന്റെ 2ാമത്തെ വചനം, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഹുദൻ ലിൽ മുത്തഖികൾക്ക് മാർഗദർശനമായിട്ടുള്ള ഈ ഖുർആൻ, അതൊന്നും നെഞ്ചിലേറ്റാൻ കേവലം ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ വരുന്നു, ഇരിക്കുന്നു, അൽഹംദുലില്ലാഹ്, ഖൈറ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം ഈ പഠിക്കുന്ന കാര്യങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അവിടെ വലിയൊരു പ്രതിഫലം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ ഖുർആനി യശ്ഫഅനി ലിൽ അബ്ദ്, അല്ലേ? അസ്സിയാമു വൽ ഖുർആനു എന്നാണ് അല്ലാഹു റസൂലുള്ളാഹി ചേർത്തി പറഞ്ഞത്. നോമ്പും ഖുർആനും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ശുപാർശകരായി നാളെ പരലോകത്ത് കടന്നു വരും. നോമ്പുകാരൻ പറയും, അല്ലെ, നിന്നെ കാര്യങ്ങളൊക്കെ ഭക്ഷണം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോമ്പ് പറയുമെന്നുള്ളതാണ്. ഖുർആൻ പറയും, അല്ലെ, റബ്ബി മനഅതുന്നൗ, റബ്ബേ ഞാൻ പാരായണം ചെയ്യപ്പെട്ടതിനാൽ അവന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ല എന്ന് ഖുർആൻ പറയുമെന്നാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ ശുപാർശ സ്വീകരിച്ചാലും ഖുർആൻ ഓതിയതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മളെ ഹൃദയത്തോട് ചേർത്തി ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ഹാസിബോ ഖബലാൻ തുഹാസബോ എന്ന് മഹാരഥന്മാരായ മുൻഗാമികൾ പറഞ്ഞത് നമ്മളൊന്ന് വിചാരണ ചെയ്യണം. ഖുർആൻ ഓതിയതിന്റെ പേരിൽ നമ്മുടെ ഒരു ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥ, ഖുർആൻ ഓതിയതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായ അവസ്ഥ, പലപ്പോഴും നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് നാം നിർവഹിക്കുന്നത്, അല്ലെ? തഫറദ ലിഇബാദത്തി എന്നാണ് ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ്. എന്താ തഫറദ ലിഇബാദത്തി എന്ന് പറഞ്ഞാൽ? എനിക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. എല്ലാവിധ സുഖവും സൗകര്യവും സമയവും സാന്നിധ്യവും ഉണ്ടായിട്ട് ഒന്നും നിർവഹിക്കാൻ കഴിയണമെന്നില്ല. നിങ്ങൾ എനിക്ക് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഇഖ്റഉൽ ഖുർആന റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഖുർആൻ ഓതണം. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവരെ നാളെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് സഹായിയായി ഉണ്ടാകാമെന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാൻ, ആ വ്യക്തിയെ ചേർത്തി പിടിക്കാൻ നാം എത്രത്തോളം ശ്രദ്ധാലുക്കളാകും എന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ജോബുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് നമ്മെ നല്ല രൂപത്തിൽ സഹായിച്ച ഒരു വ്യക്തിയാണ്. നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ താങ്ങായ വ്യക്തിയാണ്. ആ വ്യക്തിയെ ചേർത്തി പിടിക്കാൻ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു അനിഷ്ടമായ കാര്യമാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ സന്തോഷം നാം പരിഗണിക്കും. ഖുർആൻ എന്നുള്ളത് പരലോകവും വിചാരണയുടെ നാളൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആളുകളല്ലല്ലോ നാം. നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അവിടെ ശുപാർശകനായിട്ട് ഖുർആൻ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. അതിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശകനായിട്ട്. അപ്പൊ നമ്മളിത് കേട്ട ഹദീസ് തന്നെയാണ്.
നമുക്ക് സുപരിചിതമല്ലാത്ത പരിചിതമല്ലാത്ത ഹദീസൊന്നും അല്ലത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ ഖുർആനിലെ ഓരോ ഹർഫുകളിലൂടെയും പാരായണം ചെയ്യുമ്പോ നമുക്ക് ആ ബോധ്യം ഉണ്ടായിട്ടുണ്ട്, പഠിച്ചോനെ ഇത് എനിക്ക് നാളെ ശുപാർശകരായി കടന്നു വരാനുള്ളതാണ് നാഥ എന്നൊരു ബോധ്യത്തോടു കൂടി നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട്. കേവലം ഒരു നടപടിക്രമം എന്നുള്ളത്, ഒരു നടപടിക്രമം എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ ചെല്ലുന്നുണ്ട്. രാവിലെ ഒരു 5 പേജ് അല്ലെ, വൈകുന്നേരം 5 പേജ് എന്നുള്ളത് അതൊരു ഹലാവത്ത് അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എല്ലാവരും ഇങ്ങനെ ചെല്ലണം, നമ്മളും ഖുർആൻ എടുത്ത് നമ്മൾ ഓതണു എന്നുള്ളതിനുപരി ആ പാരായണത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ എനിക്ക് എന്റെ റബ്ബ് ഓരോ അക്ഷരത്തിലും 10 ഇരട്ടി പ്രതിഫലം തരുന്നുണ്ട്. ഞാൻ ഈ ഓതുന്ന ഖുർആൻ എനിക്ക് നാളെ ശുപാർശകനാണ്, എനിക്ക് എന്റെ ഖബറിൽ സംരക്ഷകനാണ്. അങ്ങനെ ഒട്ടനവധി ഹദീസുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ എത്രത്തോളം നിസ്കാരത്തിൽ പോലും അല്ലെ സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ട സമയത്ത് സുബ്ഹാനല്ലാഹ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെല്ലാം. അല്ലാഹു അക്ബർ പറയേണ്ട സമയത്ത് അല്ലാഹു അക്ബർ പറയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ശരണം തേടേണ്ട രംഗത്ത് ശരണം തേടും. അങ്ങനെ ഓരോ രംഗത്തും മൈന്യൂട്ടായ മേഖലയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഖുർആനെ അടുത്തറിഞ്ഞ് പാരായണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്തറിഞ്ഞ് പാരായണം ചെയ്യാനും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും തന്നെ നമ്മൾ ഖുർആൻ ക്ലാസ് മറ്റും നോക്കി അതിന്റെ തഫ്സീർ പഠിക്കുന്നതിലൂടെ, അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ. അപ്പോ ഇങ്ങനെയുള്ളൊരു പാരായണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് പറഞ്ഞതിന്റെ രക്തച്ചുരുക്കം. നമ്മുടെ ഒന്നാമത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ്. ഇടക്കിടക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപകരിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. എത്ര മനോഹരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാചകം നമ്മെ പഠിപ്പിക്കുന്നത്. യർജൂന തിജാറതൻ ലൻ തബൂർ, യർജൂന തിജാറതൻ ലൻ തബൂർ അല്ലേ? ഒരു കച്ചവടത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത്. കച്ചവടം എന്നുള്ളത് നമ്മളൊക്കെ എന്തിനാ കച്ചവടം നടത്തുക? നമ്മൾ എന്താണ് കച്ചവടം കൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുക? ലാഭം മാത്രമാണ് അല്ലേ? നമ്മുടെ ദുനിയവിയായിട്ടുള്ള സാമ്പത്തിക പോഷണം അല്ലെങ്കിൽ സാമ്പത്തിക മെച്ചപ്പെടലാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുക. അള്ളാന്റെ ഉപഭോക്യങ്ങള് നഷ്ടം സംഭവിക്കാത്ത കച്ചവടം. ആരിനെ കുറിച്ചാ പറഞ്ഞത്? ആരിനെ പറ്റിയിട്ടാ? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കും, രഹസ്യമായിട്ടും മുറപ്രകാരം നിർവഹിക്കും. നമ്മള് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോ പറഞ്ഞു. അതുപോലെ തന്നെ ഖുർആൻ പാരായണം തിലാവത്ത് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുക. അതിന്റെ പ്രതിഫലം നമുക്ക് അറിയണമെങ്കിൽ അതൊന്ന് അറിഞ്ഞാൽ മതിയല്ലോ. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ഈ ഹദീസ് നമ്മൾ എത്ര തവണ കേട്ടതാ? അതിന്റെ ശ്രേഷ്ഠത പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര തവണ മനസ്സിലാക്കിയതാ? നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ ഓതുമ്പോൾ നമ്മൾ വെറുതെ എത്ര അക്ഷരങ്ങൾ ഓതിനാകാ, ഞാൻ എത്ര അക്ഷരങ്ങൾ, എത്ര ഹർഫുകൾ, എത്ര ഹുറൂഫുകൾ പാരായണം ചെയ്തു. ഇതൊക്കെ എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകുന്നുണ്ടല്ലോ എന്ന ചിന്തയോടുകൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളാവും ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഇല്ല എങ്കിലുള്ള അവസ്ഥയെ ഞാൻ പറയേണ്ടല്ലോ. ഞാൻ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയം പറഞ്ഞല്ലോ. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുക, ഖാല ഇദാ മർറ ബിആയത്തിൻ ഖൗഫിൻ തഅബ്ബദ, ഒരു ഭയപ്പെടുത്തുന്ന ഒരു ആയത്ത് വന്ന അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? തഅബ്ബദ, ശരണം ചോദിക്കും. ഇദാ മർറ ബിആയത്തിൻ റഹ്മത്തിൻ സഅല, അല്ലാഹുവിന്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് വന്നാലോ
അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കും, ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹനെ പരിശുദ്ധപ്പെടുത്തേണ്ട വാഴ്ത്തേണ്ട ഒരു ആയത്ത് പോയാലോ സുബ്ഹാനല്ലാഹ് പറയാൻ ആര് മക്കൾ കൊള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെമ്പൽ കൊള്ളുമെന്ന് പ്രിയപ്പെട്ടവരെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഖുർആനിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എത്രയോ ഹഖ്ഖത്തിലാവത്തിക്ക് എന്നാണ് നമ്മുടെ പ്രയോഗം, അല്ലെ? എത്രയോ ഹഖ്ഖത്തിലാവത്തി, അങ്ങനെ തന്നെ നമ്മൾ പാരായണം ചെയ്യണം. ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നതിലപ്പുറം ആ കൃത്യമായിട്ടുള്ള പാരായണം പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞെന്താ പറയാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കമാ ഉൻസില വലാ യഹ്രിഫൂനഹു, എങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടത് അതുപോലെ അവർ പാരായണം ചെയ്യുന്നതാണ്. യഥാർത്ഥമായിട്ടുള്ള പാരായണം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ പാരായണം ചെയ്തു കൊടുത്തു, ജിബ്രീലിലൂടെ പ്രവാചകന് എങ്ങനെ ഇറക്കപ്പെട്ടുവോ അങ്ങനെ പാരായണം ചെയ്യുക. അവർക്കുള്ള പ്രതിഫലവും ഇതിനാരെങ്കിലും നിഷേധിച്ച് തള്ളുന്നവരാണെങ്കിലും അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെ എന്നും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നു. ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ കേവലം നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ വന്നിരിക്കുന്നു, നമ്മുടെ ഖുർആൻ എന്ന നമ്മുടെ സ്വഭാവമാകും, നമ്മുടെ പെരുമാറ്റമുള്ള ഖുർആനാകാം, നമ്മുടെ ഭാര്യമാരോടുള്ള ഇടപെടലുകൾ അവരോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന ഖുർആന്റെ പ്രഖ്യാപനം. തിരിച്ചിങ്ങോട്ടും അങ്ങോട്ടും വസ്ത്രരംഗത്ത് ഒരാളോട് സംസാരിക്കുമ്പോ, ഇരിക്കുമ്പോ, നടക്കുമ്പോ, ഏത് രംഗത്തും ഖുർആൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെടുന്നുണ്ടല്ലോ പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയാണ്. ആയിഷ ബീബി എടുത്ത വ്യക്തി ചോദിച്ചത് ഖുർആനോ മുതലില്ലേ? ആയിഷ ബീബി അങ്ങനെ ചോദിച്ചു, റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയാണ്? ആ സ്വഹാബിയോട് ആയിഷ ബീബി ചോദിച്ചു, ഖുർആനോ മുതലില്ലേ? എന്നിട്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യയാണ് റസൂലുള്ളാഹിനെ പറ്റിയിട്ട് പറയുന്നത്, കാന ഖുലുഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്താ? അൽ ഖുർആൻ, അത് ഖുർആനായിരുന്നു. നമ്മൾ ഖുർആൻ ക്ലാസ്സിന് വരുന്നു, ഓടുന്നു, പാരായണം ചെയ്യുന്നു. ഇത് ഇംപ്ലിമെന്റ് ജീവിതത്തിന് പ്രാവർത്തികമാക്കുന്ന രംഗത്ത് നമുക്ക് ഉണ്ടാവണം. ഇല്ല എങ്കിൽ ഇപ്പൊ യഹൂദികളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഇൽമും ബിലാ അമലാണ്. നല്ലോണം അറിവുള്ളവരാ യഹൂദികൾ, നല്ലോണം അറിവുള്ളവരാണ് അതെ യഹൂദികൾ. ചെന്തില്ല, അമലില്ല, അവർക്ക് പ്രവർത്തന മണ്ഡലത്തെ അവർ കൊണ്ടുവരിക. അവർക്കെതിരെയാണ്, അവരിൽ ഉൾപ്പെടരുത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവരിൽ ഉൾപ്പെടരുതേ നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷെ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മൾ നെഞ്ചിലേറ്റി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം നോക്കുമ്പോൾ കാണാൻ കഴിയും. അറിവൊക്കെ ഉണ്ട്, അല്ലെ? ഖുർആൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് അമലിലില്ല എങ്കിൽ ആ ലഅനത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ കാറ്റഗറിയിൽ തന്നെയാണ് ആരും ഉൾപ്പെടുക. ഇൽമുണ്ടായിട്ട് അമലിലില്ലാത്ത ഉൾപ്പെടുക എന്ന് റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം, നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതിയും നമ്മുടെ നടത്തവും ഇരുത്തവും ഒക്കെ ഖുർആനാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, പുറം തിരിഞ്ഞ് നടക്കുന്നവരായി ഒക്കെ ഉണ്ട്. പക്ഷെ ഖുർആനിനെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിനെ ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്ര നഷ്ടാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞെന്താണ്? തറക്കു തദബ്ബുരിഹി വഫഹ്മിഹി, തദബ്ബുറൊന്നും ഉണ്ടാവൂല,
ഓരോ ആയത്തിനെയും ഉറ്റാലോചിച്ചുകൊണ്ടോ ഒന്ന് മനസ്സിലാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. അതായത് നേരത്തെ പറഞ്ഞത് ഖത്തം തീർക്കുക എന്ന ആഗ്രഹത്തിൽ എന്തൊക്കെയോ പാരായണം ചെയ്തു പോകുന്നവരുണ്ട്. അങ്ങനെ ഓതുന്നതില് ഖത്തം തീർക്കാൻ വേഗത കൂട്ടുന്നില്ല. പക്ഷെ എന്താണ് ഓതുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥ. എങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുത്തത്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അത് റസൂലല്ല, കാരണം റസൂലുള്ളാഹിയാണ് എന്ത് ചെയ്യുന്നത്? നമുക്കിത് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിയുടെ സഹാബത്ത് കേൾക്കുന്നു, ഹാഫിളീങ്ങളായിട്ടുള്ള സഹാബത്ത്. നമ്മൾ ഈ ഹദീസിന്റെ വിഷയത്തിൽ സനദുണ്ടല്ലോ, അതുപോലെ തന്നെ ഖുർആനാണ്. ഖുർആൻ പറകിലൊന്ന് മറച്ചു നോക്കിയാൽ ഖുർആന് സനദ് കാണാൻ കഴിയും. ഖുർആന് സനദ് കാണാൻ കഴിയും. അതെന്തേ? അത് കൃത്യം വ്യക്തമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. അതിന് റൂട്ടുണ്ട്, റൂട്ട് ക്രോസ് ഉണ്ട്, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇത്രയും ശ്രദ്ധയോടെയും ഇത്രയും ഗൗരവത്തോടെയും കൂടി പ്രിയപ്പെട്ടവരെ ഖുർആന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയും താല്പര്യവും ഒക്കെ എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെയൊക്കെ രത്നച്ചുരുക്കം. മുൻഗാമികൾ ഖുർആന്റെ രംഗത്ത് വലിയൊരു താല്പര്യവും വലിയൊരു ആഗ്രഹവും അവർക്ക് ഉണ്ടായിരുന്നു. അല്ലെ? ഖുർആന്റെ വ്യക്തിയോട് പറയല് ഖുർആൻ, ഖുർആനിന്റെ ആളുകളോട് അല്ലാഹ് പറയും, പറയുന്ന ഖുർആന്റെ ആളുകളോട് നീ ഓതിക്കോട്ടോ, ഇതുപോലെ നീ ദുനിയാവിൽ പാരായണം ചെയ്തുപോലെ. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ പാരായണം മോശമായ രൂപത്തിലാണ്, അശ്രദ്ധയോട് കൂടിയിട്ടാണെങ്കിൽ പടച്ചറബിന്റെ സൗഭാഗ്യം കിട്ടുമോ? അതുകൂടി നമ്മളൊന്ന് ചിന്തിക്കണല്ലോ. നീ ഓതിയത് പോലെ ഉണ്ടല്ലോ, നീ പാരായണം ചെയ്തത് പോലെ ഉണ്ടല്ലോ, നീ പാരായണം ചെയ്തിങ്ങനെ നീ കേറിക്കൊള്ളുക. നീ എവിടെയാണോ പാരായണം ചെയ്ത് എത്തുന്നത് അവിടെയാണ് നിന്റെ സങ്കേതം എന്ന് അല്ലാഹ് പറയുന്ന. ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് ഏതെങ്കിലുമൊക്കെ ഒരു ഓഫർ കിട്ടുമ്പോൾ മനുഷ്യന്റെ സ്വഭാവം തന്നെയാണ് അന്നൊന്ന് പോവുക. ഇപ്പോ ഈ ഒരു ഇടയില് വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു വില കൂടിയ സമയത്ത് സപ്ലൈകോ ലെവലിൽ എന്ത് ചെയ്തു? ഒരു ദിവസം വെളിച്ചെണ്ണയുടെ വില ഒന്ന് റെഡ്യൂസ് ചെയ്തു, മറ്റത് കുറച്ചു. എത്ര ആളുകളായിരുന്നു ക്യൂ നിന്ന്, എത്ര ആളുകളായിരുന്നു ആ ഒരു ഓഫർ മേടിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു പോയത്? ഉമ്മമാരും സഹോദരിമാരും ഉപ്പമാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു വെളിച്ചെണ്ണയിലെ 20-30 രൂപയുള്ള ആ ഒരു ഓഫർ അടക്കം മേടിക്കാൻ മനുഷ്യരെന്താണ് താല്പര്യപ്പെടുക? ഒന്ന് ആലോചിച്ച് നോക്കിയ. കണക്കില്ലാത്ത റബ്ബ് സ്വർഗാണ്. പക്ഷേ ദുനിയാവിൽ ലഭിക്കുന്ന ഒരു നേട്ടത്തെ അത്ര നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ആ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന നേട്ടത്തെ കുറിച്ച് നമ്മൾ ഉറ്റാലോചിക്കുന്ന ആക്കല്ലേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉദാഹരണമൊന്നല്ല, നമുക്കിങ്ങനെ ഉൾക്കൊള്ളാതെ നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്? നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണ്ടാവും, നിസ്കരിക്കുണ്ടാവും, നോമ്പൊലിക്കുണ്ടാവും, ഖുർആനോതുണ്ടാവും. പക്ഷെ സ്വർഗം കിനാവ് കാണാം. അങ്ങനെ തന്നെ ആ പ്രയോഗം മനഃപൂർവ്വം പ്രയോഗിച്ച. സ്വർഗം കിനാവ് കണ്ടിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ കർമ്മങ്ങൾക്ക് മാധുര്യം ഉണ്ടാവുക. സ്വർഗം കിനാവ് കണ്ടിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ആ കർമ്മങ്ങൾക്ക് എന്ത് ചെയ്യുക? മാധുര്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലെ? എന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഒരു ബയോപ്സി റിപ്പോർട്ടിന് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്റെ ചികിത്സക്ക് 2 ആഴ്ച ഗ്യാപ്പ് വന്നിട്ട് ആ സമയത്തുള്ള പ്രാർത്ഥനയുടെ ക്വാളിറ്റി എത്രയും, ആ സമയത്തുള്ള ഒരു പ്രാർത്ഥനയുടെ ക്വാളിറ്റി എത്രയും ഞാൻ പറയേണ്ടതില്ലല്ലോ. അന്ന് നമുക്ക് ഉറക്കണ്ടാവൂല, നമ്മൾ തഹജ്ജുദ് എണീക്കും. അന്ന് നമുക്ക് എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്കും പ്രാർത്ഥിക്കാൻ ദീർഘമേറിയ സമയം വേണ്ടി വരും. സുജൂദുകളിൽ നിന്ന് ഉയരാൻ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മെ അനുവദിക്കൂല. എന്തേ? നമുക്കാണ് മുന്നിലാണ് കണ്ടോണ്ട. അപ്പൊ നമ്മൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യാം? പടച്ചറപ്പിനെ പ്രത്യേകിച്ച് ഓർക്കണമെന്നില്ല. ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ ഇങ്ങനെ എന്തോ ഒരു ഹാലിൽ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതിന്റെ ഹലാവത്തോടു കൂടി മാധുര്യത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഞാൻ ഈ ഒരു സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജനങ്ങളിൽ ചില സ്വന്തക്കാരുണ്ട്. അത് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗ സഹാബത്ത് ചോദിച്ചു, കാലും യാ റസൂലല്ലാഹ് മൻഹും, റസൂലേ അതാരാ റസൂലേ? അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതാരാണ് റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസ. ഖുർആനിന്റെ അഹ്ലുകാരാണ്, അള്ളാഹുവിന്റെ സ്വന്തക്കാരും പ്രത്യേകക്കാരുമാണ് അവർ. അതിന് ക്വാളിറ്റി ഉണ്ട്. ആ അഹ്ലുകാരാവാന് നമ്മൾ തിലാവത്ത് ഉണ്ടാവണം, ഹിഫ്ള് ഉണ്ടാകണം, പഠനം ഉണ്ടാവണം, തദബ്ബുർ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ജീവിതത്തിൽ പ്രാവർത്തികം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. അത് വെറുതെ പറഞ്ഞൊന്നല്ല, നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതൊരു ചെറിയ കുട്ടിയെ വിളിച്ചാൽ പോലും മനപ്പാടമുള്ളൊരു ഹദീസാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നമ്മൾ ആ ഹദീസ് ചിന്തിച്ചിട്ടുണ്ടോ? ഖൈറുക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. നിങ്ങൾ ഏറ്റവും ഉത്തമ അല്ലേ, 5 ശമ്പളത്തിൽ ഏറ്റവും കട്ടി കൂടിയ ശമ്പളം വാങ്ങുന്നവരെന്നല്ല. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ദുനിയവിയായ ഏതെങ്കിലും നേട്ടത്തെ എല്ലാം അള്ളാഹ് അഡ്രസ് ചെയ്തത്. അള്ളാഹ് അഡ്രസ് ചെയ്ത ഖൈറുക്കും, ഉത്തമരാരാ? ഈ ഭൂമിയിലുള്ള കോടിക്കണക്കിന് ദശകോടിക്കണക്കിന് ജനങ്ങളെക്കാൾ ഉത്തമരാരാ? അതിലെ ഹദീസിന്റെ മായന പ്രിയപ്പെട്ടവരെ, ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും ഉണ്ടാവണം. ഈ ഖുർആൻ പഠിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ ഇതിലൂടെ തന്നെ ആ ഒരു ജോബിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു യാത്രയും നമുക്കൊരു സഞ്ചാരവും ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എന്താ പറയാനുള്ളത്. പരിശുദ്ധ ഖുർആനില് ഇപ്പോ നമുക്കറിയാലോ, ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിച്ച സൂറത്ത് ഏതായിരുന്നു? ഒന്നാമത് സൂറത്തുൽ അലക്കാണ് അല്ലെ. ആ അലക്കില് അല്ലാഹ് ഒന്നാമതായി പറഞ്ഞ വാചകം എന്താ? ഇഖ്റ, നീ വായിക്കണം എന്നാ പറഞ്ഞത്. അല്ലാഹ് പഠനത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തോണ്ട് തന്നെയല്ലേ ഒന്നാമത്തെ വചനം അല്ലാഹ് എന്താ പറഞ്ഞത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിച്ചു കൊള്ളുക. ഇതല്ല ഒന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നസ്ർ സാജി റഹ്മത്തുള്ളാഹി പോലെയുള്ള ഉലമാക്കളൊക്കെ പറയുന്നത് ഇതൊരു എന്താണ്, ഈ വായനയുടെയും പഠനത്തിന്റെയും ശ്രേഷ്ഠതയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആയത്തൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ കേവലം വ്യാഴാഴ്ച ക്ലാസ്സിൽ വിടുന്നു, ഇതിങ്ങനെയാണ് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൂടി വെക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച റിമൈൻഡ് മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് പോരുന്നു എന്നതിനപ്പുറത്ത് നമ്മൾ ഇവിടുന്ന് ക്ലാസ് എടുത്താൽ അമായി മൗലവി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ അല്ലെ അന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്കൊരു അറിവ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു അപ്ഡേഷൻ നമുക്ക് ഉണ്ടാവണം. നമുക്ക് ആശങ്കകൾ ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവില്ല. ഉള്ള സംശയങ്ങൾ എന്ത് ചെയ്യും, പഠനങ്ങളിലൂടെ തന്നെ ദൂരീകരിക്കപ്പെടും. പക്ഷെ ഇങ്ങനൊന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും നമ്മുടെയൊക്കെ പഠനങ്ങളും മറ്റുമൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മതപരമായിട്ടുള്ളൊരു അറിവ് നേടുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ബാധ്യത തന്നെയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മക്കയുടെ ചുമതല ഒരു വ്യക്തിയെ ഏൽപ്പിക്കാൻ. അപ്പോ അവിടെ ഉള്ള വ്യക്തി എന്നുള്ളത് ഇബ്നു അബ്സ എന്ന് പറഞ്ഞ ഒരു അടിമയെ, ഇപ്പൊ നമുക്ക് ഈ അടിമാവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഇപ്പൊ അതിന്റെ ഒരു ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. 10 ദശവർഷക്കാലം റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഒരു അടിമ സമ്പ്രദായം, ആ അടിമ സമ്പ്രദായം പതിയെ പതിയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുള്ള പല ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിനോട് പോസിബിലിറ്റി. പലപ്പോഴും പലരും പറയുന്നത് ഇസ്ലാം അടിമകളെ ഏറെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അമേരിക്ക, എബ്രഹാം ലിങ്കൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയ സമയത്ത്, ആ സമയങ്ങളിൽ പലപ്പോഴും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അടിമകളെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, മോചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. തിരിച്ചു വരുന്ന ഒരു അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അവർക്ക് ഉണ്ടായി എന്നുള്ള. കാരണം ഒരു കൽപ്പനാക്രിയ, ഒരു കൽപ്പനയിലൂടെ മാത്രം ചെയ്ത് പ്രവർത്തിച്ചവർ സ്വമേധയാ ഒരു കാര്യം നിർവഹിക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് അവര് പെട്ടെന്ന് എത്തിച്ചേർന്നില്ല. ഇത് ഇസ്ലാമിന് അറിയാം. 400 വർഷങ്ങൾക്ക് മുമ്പ്
അള്ളാന്റെ ദീന് കൃത്യമായിട്ട് എന്ത് ചെയ്തു? പല ആനുകൂല്യങ്ങളും, മറ്റു ചർച്ചകൾ അതിലേക്ക് കടക്കുന്നില്ല, ആനുകൂല്യങ്ങളും കൊടുത്തു. പക്ഷെ അവിടെ അന്ന് തന്നെ എന്ത്, അടിമകൾക്ക് മറ്റുള്ളവരത്ര എന്തില്ല, ഒരു വില ഇല്ല. ഇബ്നു അബ്സ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ മക്കയുടെ ചുമതല ഏൽപ്പിച്ചപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ വഴിമക്കെ കണ്ട സമയത്ത് ആരിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? ഇബ്നു അബ്സനെ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗല, അല്ലെ, ഖുറൈശികൾക്ക് ഒരു മൗലയാണോ, ഒരു അടിമയാണോ നീ നേതാവായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്? അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇബ്നു ഹാരിസ് പറയുന്നുണ്ട്, അല്ലെ, മൗല മിൻ മവാലീന എന്നൊക്കെ പറയുന്നുണ്ട്. ആലിമുൻ ബിൽ ഫറാഇദ് ഖാരിഉൽ കിതാബിൽ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി. ആ ഒരു ശ്രേഷ്ഠത കിട്ടിയതുകൊണ്ടാണ് ആരിനെ ഏൽപ്പിച്ചത്? ഇബ്നു അബ്സനെ ഏൽപ്പിച്ചത്. അത് ഇസ്ലാമിക ഭരണങ്ങളെ കൈമാറ്റം ചെയ്യുന്ന രംഗത്ത് പോലും അള്ളാഹുവിന്റെ ഖുർആനിൽ പ്രാമുഖ്യമുള്ളവർക്കൊരു മുൻഗണന ഇസ്ലാം മതം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഖബറിൽ വെക്കുന്ന രംഗം, ഉഹദിന്റെ രണാങ്കളത്തില് എല്ലാവരെയും, ഒരു 2 വ്യക്തികളെയും 3 വ്യക്തികളൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നു? ഒരു ഖബറിൽ തന്നെ മറമാടേണ്ട സാഹചര്യം കടന്നു വന്നു. ആ മറമാടേണ്ട സാഹചര്യം വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്നുള്ളതാണ്, അയ്യുഹും അഖ്ദൻ ലിൽ ഖുർആൻ, അയ്യുഹും അഖ്ദൻ അക്സറ, ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഖുർആൻ എടുത്തവരാരാ, ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചവരാരാ? ഒരുവരിലേക്ക് ചൂണ്ടിയാൽ ലഹദ് പറയുമ്പോ നമ്മുടെ നാട്ടിലത്തെ ഖബറല്ല, ഇങ്ങനെ ഒരു ക്രോസ് പിന്നെ സൈഡിലോട്ടാ. അപ്പൊ ആ ഖബറിലേക്ക് ആദ്യം ഖുർആൻ പഠിച്ചോൻ എന്ത് ചെയ്യും? മുന്തിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസ്. അപ്പൊ അത്രയും എന്തുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ശ്രേഷ്ഠ. അയ്യും അക്സറു അഹദൻ ലിൽ ഖുർആൻ, ഏറ്റവും കൂടുതൽ ഖുർആൻ എടുത്തോൻ ആരാ? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുനിയാവിൽ തന്നെ അവർക്കൊക്കെ വലിയൊരു പ്രത്യേകതയും വലിയൊരു ശ്രേഷ്ഠതയും കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അറിവ് നേടിയിട്ടില്ല എങ്കിൽ സംഭവിക്കുന്ന വലിയ വലിയ പ്രതികൂല സാഹചര്യങ്ങൾ ഇത് നമ്മൾ തിരിച്ചറിയുക തന്നെയാണ്. ഇന്ന അഖ്വാമൻ ഇബ്തഗുൽ ഇബാദത വഅലാഉൽ ഇൽമ ഫഖറജു അലാ ഉമ്മത്തി മുഹമ്മദിൻ ബിഅസ്യാഫിൻ വലൗ ഇബ്തഗുൽ ഇൽമ ലഹജസഹും അൻ ദാലിക. എത്ര മനോഹരമായിട്ടുള്ളതാണ്. ചിലര് മതവിജ്ഞാനം അന്വേഷിക്കുന്ന ഉപേക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ ശ്രമിച്ചു. അറിവൊന്നും പഠിക്കണില്ല. ഞാൻ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ, അപ്പൊ 7ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ മതി. ഇനിയിപ്പോ നിങ്ങൾ പുതുതായിട്ടുള്ള ഫിഖ് കൊണ്ടും പുതുതായിട്ടുള്ള ഖുർആൻ ക്ലാസ് കൊണ്ടൊന്നും വരണ്ട. കുറച്ചെങ്കിലും ആളുകൾ പറയുന്നതാണ്. ഇപ്പൊ പുതുതായിട്ട് പറഞ്ഞ സാധനങ്ങൾ ഇതൊക്കെ ഇപ്പൊ എവിടുന്നാ വന്നതെന്ന് തന്നെ അറിയില്ല. ഇമാം മാലിക് ബിൻ അനസ് പറയുന്ന വാചകം നോക്കി നിങ്ങള്. ചിലവരെന്ത് ചെയ്യുന്നു? ഇബാദത്തുകൾ ചെയ്യാൻ എന്തുണ്ട്? അത് വലിയ ആഗ്രഹവും വലിയ താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുന്നു. എന്നാൽ അവരുടെ രീതി എന്താ? ഇൽമു പഠിക്കുന്നില്ല. അവർ ഇൽമു പഠിക്കുന്നില്ല. എന്നാൽ അവർക്കുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്? ഫഖറജു അലാ ഉമ്മത്തി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅസ്യാഫിഹിം. അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെതിരെ വാളുമായി അവർ ഇറങ്ങി തിരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെതിരെ വാളുമായിട്ട് അവർ ഇറങ്ങി തിരിച്ചു. എന്നാൽ അതിന്റെ നേരെ വിപരീതം പറയുന്നത് അവർ അറിവ് നേടിയിരുന്നെങ്കിൽ അവരുടെ വിജ്ഞാനം അവരെ ഇതിൽ നിന്ന് തടയുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിവ് പഠിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കൊരു വിഷയത്തിൽ അറിവില്ലാതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോ അതെ എത്ര മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ്, അല്ലെ? അറിവുള്ളവര് അറിവില്ലാത്തവര് സമന്മാരാകും. അല്ലാതെ ക്വസ്റ്റ്യനാണ്, സമാവൂല, ഒരിക്കലില്ല. അപ്പൊ അറിവ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധവും അനിവാര്യമായി തീരും. അത് നമ്മുടെ ഒരു ഷെഡ്യൂളിൽ ഉണ്ടാവണം. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു അതുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുക എന്നുള്ളതിനപ്പുറത്ത് അതിനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖുർആൻ ക്ലാസ്സും മറ്റുമൊക്കെ. അത് നാം പഠിക്കുന്നതോടൊപ്പം തന്നെയാണ് നമ്മുടെ കുടുംബം എന്ത് ചെയ്യണം? പഠിക്കണം. ആ ഒരു കുടുംബാന്തരീക്ഷം ദീനിന്റെ സാഹചര്യത്തിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ഹൈറാവും, ഭയങ്കര റാഹത്താവും. കാരണം ഒരേ സ്റ്റൈലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്?
എല്ലാവരും എന്ത് ചെയ്യുന്നത് നടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു വിഷയത്തില് നമുക്ക് നല്ലൊരു ശ്രദ്ധയും താല്പര്യവും ഒക്കെ ഉണ്ടാകണം. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അല്ലാഹ് അധികരിപ്പിച്ചു തരാൻ ആവശ്യപ്പെടുന്ന പ്രാർത്ഥന ഉണ്ട്. അധികരിപ്പിച്ചു തരണേ നബിയെ എന്ന് നീ ചോദിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന ഏതാ? നബിയെ ചോദിക്കണം, അല്ലാഹുവേ അറിവ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. പിന്നെയോ ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ, ജാഹിലീങ്ങളുടെ അറിവില്ലാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് നാഥാ. അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസാ നബി പറഞ്ഞത് അഊദു ബില്ലാഹ്, അല്ലാഹുവേ ഞാൻ കവലി ഒതുക്കുന്നു ട്ടോ, അൻ അകൂന മിനൽ ജാഹിലീൻ, ജാഹിലുകളുടെ കൂട്ടത്തിൽ പെടുന്നത്. ജാഹിലിന്റെ കൂട്ടത്തിൽ പെടുന്നതിന് തൊട്ടത് കവലി ഒതുക്കുക. നമ്മൾ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചത്, പഠിച്ചോനെ അറിവ് വർദ്ധിപ്പിച്ചു തരണേ, അറിവില്ലാത്തൊരവസ്ഥ എനിക്കുണ്ടാകരുതേ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തെ ആയത്തുകളാണ് ആ ജഹാലത്തിൽ നിന്നുള്ള വിമുക്തിയുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ജഹാലത്ത് നമ്മൾ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ പഠിക്കുന്നതിലൂടെ നമുക്ക് ഫിഖ് കിട്ടും. ഖുർആൻ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? അഖീദ കിട്ടും. ഖുർആൻ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഭാഷ കിട്ടും, എല്ലാം കിട്ടും ഖുർആൻ. അതാണ് നമ്മള് കഴിഞ്ഞ അഖാമുസ്സലയെ കുറിച്ച് പഠിച്ച നിസ്കാര മുറപ്രകാരം നിർവഹിക്കുന്നതിന് നമ്മൾ ഡീപ്പായി ഇറങ്ങിയില്ല എന്നുള്ള മറ്റൊരു അല്ലെ, അതിന്റെ റുക്കുനുകളും അതിന്റെ ഷർത്തുകളും അതിന്റെ വാജിബാത്തുകളും അതിന്റെ അഹ്താഹുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും ഖുർആൻ പഠനത്തിലൂടെ. അതെ അതെ, വയുഖീമൂന സ്വലാത്ത, ആ വിഷയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താണ്? പഠിക്കുകയും മനസ്സിലാക്കുക. അതുകൊണ്ട് അറിവിന്റെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധയും മറ്റുമൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാലേ എവിടുന്ന് അറിവ് ലഭിക്കുന്നു എന്നുള്ളൊരു ചിന്തയും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാവണം. ഇത് പലപ്പോഴും പലരും അറിവിന്റെ ആളുകളായിട്ട് ഇറങ്ങുന്നുണ്ട്, പക്ഷെ സോഴ്സ് ശരിയല്ല എങ്കിൽ നമ്മൾ എന്താവും? എത്ര നല്ല കയ്യിലാണെങ്കിലും എടുക്കുന്നത് മോശപ്പെട്ടതാണെങ്കിൽ എന്തായി? ഉപകാരമുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നഹാദിൽ ഇൽമ ദീൻ, ദീനാണ് ഇത് അറിവ് എന്നുള്ളത്. ഫൻദുറു അമ്മൻ തഖുദൂന ദീനകും, അതുകൊണ്ട് നിങ്ങൾ ഈ ദീനിനെ സ്വീകരിക്കുമ്പോ കണ്ടതും കേട്ടതൊക്കെ എടുക്കുക എന്നുള്ളതിനപ്പുറത്ത് എന്ത് വേണം? ലിക്കുല്ലിൻ ജഅൽനാ മിൻകും ശിറഅതൻ വ മിൻഹാജാ, ഒരു മിൻഹാജ്, ഒരു പാത അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യുന്നു? അവതരിപ്പിച്ചത് ആണ് ഖുർആനും സുന്നത്തും. ആ സുന്നത്ത് മനസ്സിലാക്കിയ സലഫു സാലിഹീങ്ങള്, അഹ്ലു സുന്നയുടെ ഇമാമുമാര്, ആ റൂട്ട് നമുക്ക് ഖുർആൻ തോന്നിയ പോലെ ഇരിക്കുക പറ്റൂല. നമ്മൾ എത്ര അറബി ഭാഷയിലെ അഗാധ ജ്ഞാനമുള്ളവരാണെങ്കിലും അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ എവിടുന്ന് ഇപ്പൊ പലപ്പോഴും ഗൂഗിളിന്റെയും ChatGPT, ജെമിനി പോലുള്ള വലിയ വലിയ മുഫ്തിമാരെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ആധുനിക സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും. ഇപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മറ്റൊരു ഖൗല് നോക്കിയാൽ, ഇന്നഹാദിൽ ഇൽമ ഹുവ ലഹ്മുക വതമുക വഅൻഹു തുസ്അലു യൗമൽ ഖിയാമത്തി ഫൻദുർ അൻ മൻ തഖുദുഹു. എത്ര ഗൗരവമാണ് ഇൽമ എന്നുള്ളത്. ഹുവ ലഹ്മുക വതമുക, അത് നിന്റെ മാംസവും രക്തവുമാണ്. നിന്റെ മാംസവും രക്തവുമാണ്. അതിനെപ്പറ്റി പരലോകത്ത് എന്ത് ചെയ്യും? ചോദിക്കും. പരലോകത്ത് ചോദിക്കും. നീ അത് എവിടുന്ന് എടുക്കുന്നത് എന്ത് ചെയ്യണം? നീ കൃത്യമായിട്ട് പരിശോധിക്കണം. അവിടുന്ന് ഇവിടുന്ന് കേട്ടതും അറിഞ്ഞതും എടുക്കുക എന്നുള്ളതിനപ്പുറത്ത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നമുക്കുണ്ടാണ്. ഇൽമ എന്നുള്ളത് എന്തോ വരൂല, അന്വേഷിച്ച് തേടി പിടിക്കണം എന്നുള്ളത് ഇൽമ. അങ്ങനെയാണ് ചില മുൻഗാമികളുടെ ജീവിത ചരിത്രം എടുത്ത് നോക്കാൻ. ഇപ്പോ അഖീദത്തുൽ വാസിത്തിയ്യ, ഇപ്പൊ നമുക്ക് കേട്ട അഖീദയിലെ ഏറെ സുപ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് അഖീദത്തുൽ വാസിത്തിയ്യ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഈ അഖീദത്തുൽ വാസിത്തിയ്യ എന്നൊരു ഗ്രന്ഥം എഴുതുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. വാസിത്തി എന്നൊരു സ്ഥലത്തെത്തിയപ്പോ ഒരു പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട്
ഈ ഒരു വിഷയം പറയാം. താർത്താരികളുടെ ആക്രമണം കാരണം വിദേഹത്ത് എന്ത് ചെയ്യാണ്, ലോകത്തിങ്ങനെ വളരുകയാണ്. അപ്പൊ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത് ഫഖത്തബ്തുലുഹു ഉസൂൽ ഇഅ്തിഖാദ് الفرقة الناجية في ورقات من بعد العصر الى قبل المغرب. അല്ലേ, മഗ്രിബ് അസറിന് ശേഷം തുടങ്ങിയിട്ട് മഗ്രിബിന് മുന്നേ എഴുതിയ ചില ഗ്രന്ഥങ്ങളാണ് ഇത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവരവരുടെ സമയത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സമയങ്ങളെ പോലും ചെയ്തു മനോഹരമായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ചു. പഠിക്കണം എന്നാണ് ആരോട് ആവശ്യപ്പെടുന്നത്? നമുക്കൊക്കെ പഠിച്ചാൽ മതി, ഇടങ്ങേറില്ല. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം, ഇമാം നവവി റഹ്മത്തുള്ളാഹി 40 വയസ്സ് വരെ ഇമാം നവവി റഹ്മത്തുള്ളാഹി ജീവിച്ചത്. ഓക്കെ, എത്ര ഗ്രന്ഥങ്ങളാണെന്ന് അറിയാം ഇമാം നവവിക്ക്, എത്ര ഗ്രന്ഥങ്ങളാണെന്ന് അറിയാം പ്രിയപ്പെട്ടവരെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്ക് പാലം കെട്ടാൻ അത്ര ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതെ, അർറസായിലു മിനസ്സിജിൻ. അർറസായിലു മിനസ്സിജിൻ എന്താണ്? ജയിലിൽ നിന്നുള്ള ചില സന്ദേശങ്ങളുണ്ട്. ഈ ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി എഴുതിയതാണ്. ഇത് എങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ ദീനും അറിവുമായി ബന്ധപ്പെട്ട് ഇടപഴകാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ഇടപഴകിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യവും മറ്റുമൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഒന്നും വേണ്ട. അപ്പൊ നമ്മള് ഇതൊക്കെ മറ്റേതെങ്കിലും രാജ്യത്തെയും മറ്റേതെങ്കിലും ഷെയ്ഖുമാരല്ലേ അറിയണം. അമാനി മൗലവി റഹ്മത്തുള്ള അല്ലെ, അമാനി മൗലവി ആ ഒരു ആമുഖം എന്ത് ചെയ്യണം, വായിക്കാത്തൊരു വായിക്കണം. അമാനി തഫ്സീറിന്റെ ആമുഖം വായിക്കണം. ഓർമ്മകളുടെ തീരത്ത് എന്ത് ചെയ്യണം, നമ്മൾ വായിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ഈ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കണു അല്ലെ, AC ഉണ്ട്, അൽഹംദുലില്ലാഹ്, ഫാൻ ഉണ്ട്, മൈക്ക് സംവിധാനങ്ങളുണ്ട്, റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അമാനി മൗലവി റഹ്മത്തുള്ള മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അവർ എഴുതിയിട്ടുണ്ട്. ആ അമാനി തഫ്സീർ ഒന്ന് വായിക്കണം, അതിന് അർത്ഥം വായിക്കാനും തഫ്സീർ ഒന്ന് മനസ്സിലാക്കാൻ. ഇതാണ് നമ്മോട് എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത്. നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മോട് ചോദിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് തിരുത്തി പോകണം പ്രിയപ്പെട്ടവരെ. ഒരു ദിവസത്തെ നിശ്ചിത സമയം നമുക്ക് മാറ്റിവെക്കാനില്ലെങ്കിൽ പടച്ചറമ്പ് ചോദിക്കൂലേ, ഈ ആയുസ് എന്തിനാ ചെലവഴിച്ചത്? മനുഷ്യന് കച്ചവടം ഉണ്ടായിരുന്നു, യാത്ര ഉണ്ടായിരുന്നു, അങ്ങോട്ടുണ്ടായിരുന്നു, ഇന്ന കല്യാണം ഉണ്ടായിരുന്നു എന്ന് മാത്രം സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുന്നിൽ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. മറ്റാരുടെ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, പല ഇളവുകളും ഒഴിവുകഴിവുകളും പറയാറും പല മുന്നിൽ നമുക്ക് പറയണമെങ്കിൽ കുറച്ച് പണിയാണത്. അവിടെ ആ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ശ്രദ്ധ ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഏറെ നമ്മൾ ആവേണ്ടത് ഈ ഇൽമു പഠിക്കുന്ന രംഗത്ത് ഇന്നിപ്പോ വെക്കേഷൻ സമയമാണ്. നമ്മോട് ചോദിക്കുക, നമ്മുടെ കുടുംബത്തിൽ എത്ര ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ നാട്ടില് നമ്മുടെ ശാഖയിൽ കുറാൻ ക്ലാസ് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മള് ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല, നമ്മളൊന്ന് ചോദിക്കുക. ഇപ്പൊ നമുക്ക് എക്സാമിന്റെ ടൈം ആയിരുന്നു ഇതിന് മുന്നേ, സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, പഠിക്കുന്ന ആ ഒരു സമയം പഠിക്കട്ടെ. ഇന്ന് നമുക്ക് വെക്കേഷനാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മളെ പേരക്കുട്ടികളാവട്ടെ, മക്കളാവട്ടെ, അവരിപ്പോൾ എന്തുമേലാകുന്നത് എന്ന് നമ്മൾ വെറുതെ ചിന്തിച്ചു. ഏതും എളുപ്പം അവരിയ്ക്കുന്നുണ്ടാവുക. നമുക്ക് ബാധ്യത ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ വെറുതെ ഇങ്ങോട്ട് ഒഴിവാക്കി വിടാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിച്ചതല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടല്ലേ അള്ളാഹു പറഞ്ഞത്. ഓ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറ. സുന്ദരമായിട്ട് ആയത്ത. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയാ, ഫാത്തിമ ഖബലി, നിന്റെ കർമ്മന്റെ കഷ്ണത്തെ തന്നെ കേട്ടോ, പക്ഷെ നരകത്തെ തൊട്ട് നിന്റെ ശരീരത്തെ നീ കാക്കണം. ഇത് നമ്മളെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവരങ്ങട്ട് ബ്രാൻഡ് വസ്ത്രങ്ങളും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും അവർക്ക് വേണ്ട എൻട്രൻസിനുള്ള സീറ്റും നമ്മൾ മേടിച്ചു കൊടുത്താൽ മാത്രം പോരാ. അത് മനഃപൂർവ്വം പറയുന്നതാ, ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ്. നമുക്കൊരു ബാധ്യത ഉണ്ട്. നമ്മളൊരു മൊബൈൽ മേടിച്ചു കൊടുക്കുക എന്നുള്ള അവന്റെ ഒരു പ്രായത്തുമ്പോ അവളുടെ പ്രായത്തുമ്പോ വേണ്ട കാര്യം തന്നെയാണ്, വേണ്ടാത്ത കാര്യം തന്നെ. പക്ഷെ അതിലൊരു ഖുർആൻ പഠിക്കാനുള്ള ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കി. ഖുർആൻ പഠിക്കാനുള്ള ഒരു ആപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊന്നും നമ്മള് ഓതുണ്ടോ, പഠിക്കണ്ടോ? പലപ്പോഴും നമ്മളൊക്കെ ഫിലമെന്റ് പൊട്ടിയ ബൾബ് പോലെയാണ് മക്കളോട് പെരുമാറുക.
അത് മനഃപൂർവ്വം പറഞ്ഞ. അപ്പൊ നമ്മളോട് എന്ത് ചെയ്യില്ല, അടുക്കൂല. ഇത് ഭയങ്കര ഗൗരവമാണ്. നാളെ നമ്മൾ മരണപ്പെട്ടിട്ട് നാട്ടുകാർ വന്നിട്ട് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരവസ്ഥ, അത് എത്ര നിർഭാഗ്യത. ഫിഖ് ഗ്രന്ഥങ്ങളിൽ ചർച്ച ഉണ്ട്, ആരാണ് മയ്യത്ത് നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കേണ്ടത്. ഒക്കെ അവിടെ കട്ടെ. സ്വന്തം വാപ്പാനും ഉമ്മാനെയും മുന്നിൽ കടത്തിയിട്ടേ മധ്യഭാഗത്തും തലഭാഗത്തൊക്കെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഊക്ക് കിട്ടുമോ? ആ ഇത് കിട്ടുമോ? വെറുതെ ചിന്തിച്ചോക്കെ. ഖബറിന്റെ അരികിൽ പോയിട്ട് വലതും സാലിഹും യദ്ഉലഹു എന്ന് അള്ളാഹ് പറഞ്ഞ ആ ഗുണം അത് ഇവിടുന്ന് കിട്ടിയ വെറുതെ കിട്ടുന്ന. ഇപ്പൊ തസ്ബീത്ത് നിങ്ങൾ ചോദിക്കണം, ഏത് പ്രാർത്ഥനയിലല്ല തസ്ബീത്ത് എന്നുള്ളത് നമുക്ക് സുപരിതമായി നമ്മളിങ്ങനെ ചെല്ലുന്നത് എന്ത് ചെല്ലാം. മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു മകൻ, ഒരു മകള് നമുക്ക് ബാക്കി വെച്ചില്ലേ പ്രിയപ്പെട്ടവര്, നമ്മളെത്ര നിർഭാഗ്യവാന്മാരാ. ഒന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ കേവല ഒരു കൽപ്പനകൾക്കപ്പുറം നമ്മുടെ കുടുംബാന്തരീക്ഷം എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ തിരിക്കണം. നമ്മൾ വളച്ചു കെട്ടുക എന്ന് പറയല്ലോ, ആ വളച്ചു കെട്ടൽ കുടുംബത്തിന് ഉണ്ടാവണം. നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ക്ലാസ്സിന് വരണം. അത് ചില തീരുമാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യായിട്ട് എടുക്കായിട്ടാണ്. അത് അങ്ങനെ എടുക്കുമ്പോ എന്തേ ഇതിന്റെ ഹലാവത്ത് കിട്ടും. കുടുംബത്തില് അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ കുറയും. ഇല്ല എന്നുള്ളതല്ല, പക്ഷെ കുറയും. പ്രിയപ്പെട്ടവര്, ഈ രൂപത്തിൽ നമ്മളിതൊക്കെ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമൂഹും വഅദ്ദിമൂഹും, അറിവ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതേ നമുക്ക് കഴിയുള്ളൂ. നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടും റൂട്ട് തിരിഞ്ഞു പോകണേ നമ്മള് ബാധ്യസ്ഥരല്ല. പക്ഷെ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര ദുർഭാഗ്യവാന്മാരാണ്. ഉമർ റളിയല്ലാഹുവിന്റെ അരികില് ഒരു ഉപ്പ ഒന്ന് പരാതി പറയുന്നുണ്ട്, എന്റെ മോൻ എന്ത് ചെയ്യുന്നില്ല, യാതൊരു അനുസരണയില്ല, എന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചല്ല, എന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചല്ല മോൻ വളരുന്നത്. മോനെ വിളിച്ചു റളിയല്ലാഹു തആല, എന്തപ്പം ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ, എന്തപ്പ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ മോനും ചോദിച്ചു, എന്റെ ഉപ്പക്ക് എന്നോട് ബാധ്യതല്ലേ, എന്റെ ഉപ്പക്ക് എന്നോട് ബാധ്യതല്ലേ ഉണ്ട്. റമളാൻ ഇങ്ങനെ എണ്ണി കൊടുക്കണം, നല്ലൊരു ഉമ്മയെ തെരഞ്ഞെടുത്ത് കൊടുക്കണം, നല്ലൊരു പേരിട്ട് കൊടുക്കണം, അള്ളാന്റെ ദീനെ പഠിപ്പിക്കണം. ഈ മുമ്പ് പറഞ്ഞത് ഞാൻ വിഷയം വലിയ ചർച്ച ചെയ്തായോണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. എന്റെ അള്ളാന്റെ ഖുർആനിൽ ഒരു ഹർഫ് പോലും എന്ത് ചെയ്തിട്ടില്ല, ഒരു ഹർഫ് പോലും എന്റെ ഉപ്പന്റെ എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. ഓ അതെ അതെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ നാളെ എത്ര സങ്കടപ്പെടും. ഇതൊക്കെ നമ്മൾ കൊടുത്ത് എല്ലാം ചെയ്തു. ആ ഒരു ജനിച്ചു വീഴുന്ന സമയം മുതൽ മക്കളുടെ വിഷയത്തിൽ ആകുലതപ്പെട്ട്, സങ്കടപ്പെട്ട്, ആശങ്കപ്പെട്ട്, സന്തോഷങ്ങളും ആഹ്ലാദങ്ങളുമായി നിറഞ്ഞു ജീവിക്കലുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ കുടുംബം അല്ലെ, നമ്മുടെ കേവലം കൽപ്പനകൾ കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ മറ്റെന്തോ കാര്യത്തിന് മക്കളോടും ഒന്നും കാര്യമില്ല. എല്ലാവരും കൂടെ മഗ്‌രിബ് നമസ്കാരത്തിന് ഖുർആൻ ഓതുന്ന രീതി ഓൾമോസ്റ്റ് ഏതിന് കമ്പനി ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, 5-6 മണിക്കൊക്കെ ഇന്നത്തെ വർക്കും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മനഃപൂർവ്വം ആ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് എല്ലാവരും ഇരുന്നിട്ട്, ഇനി ദോശ ചൂടാൻ ഒരു അരമണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല, രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് അല്ലെ, നമ്മൾ പള്ളിയിൽ നിന്ന് പോയ സമയത്താണെങ്കിലും, അതല്ല എങ്കിൽ ഉമ്മമാരാണെങ്കിലും, പ്രത്യേകിച്ച് കുടുംബത്തിലെ ഉമ്മമാരാണെങ്കിലും എന്ത് ചെയ്യണം, മക്കളുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഇന്ന് പോലും എന്ത് ചെയ്യും, നമ്മുടെയൊക്കെ ആ ഒരു ആശയത്തിനും മാതൃത്വത്തിനൊക്കെ നമ്മളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളിനെ ആ രൂപത്തിലാണ് ഇന്ന്. പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, എനിക്ക് വിവാഹം വേണ്ട, വിവാഹം ഞാൻ എൻ്റെ വാപ്പാന്റെ താല്പര്യപ്രകാരം കെട്ടിയതാണെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഡിവോഴ്സ് പേപ്പറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, താല്പര്യപ്പെടുന്ന മക്കള് വളർന്നു വരികയാണ്. ഇന്ന് ഒരാള് പങ്കുവെച്ച യഥാർത്ഥത്തിലുണ്ടായ ഈ മലപ്പുറം ജില്ലയിലുണ്ടായ അനുഭവം ഞാൻ പറയും. അതിങ്ങനെ വർദ്ധിച്ചു വരും. അവിടെ കൃത്യമായിട്ടുള്ള മതബോധം നമ്മളെ മക്കൾക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ നമ്മൾ ലിബറലിസം, സ്വതന്ത്രവാദം ഒക്കെ നമ്മളിങ്ങനെ കേൾക്കണേ ഉള്ളൂ അല്ലെ, നാളെ നമ്മുടെ വീടിന്റെ ചുമരിന്റെ ഉള്ളിൽ വരും. സംശയം വേണ്ട, നമ്മുടെ വീടിന്റെ ചുമരുകൾക്കുള്ളില് ഉണ്ടാവും പ്രിയപ്പെട്ടവര്, ഇത് സംശയം വേണ്ട. അവിടുത്തെ തീരുമാനം എടുക്കണം, ഖുർആൻ പഠിക്കണം, എന്റെ മക്കള് ദീന് പഠിക്കണം. ആൺമക്കളെ വാപ്പാല് വരുമ്പോ പള്ളിക്ക് വരുമ്പോ വിളിക്കണം. മക്കളെ ഉമ്മമാരെ നിസ്കരിക്കും, എന്റെ കുട്ടി കുറച്ചും കൂടി കടന്നോട്ടെ എന്നുള്ള പറ്റൂല. ആ രീതിയിൽ ഈ അറിവിന്റെ രംഗത്തൊക്കെ വലിയൊരു സാധ്യതകളും മറ്റുമൊക്കെ നമുക്ക് ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്ത് വമിൻ ദുർരിയ്യതി റബ്ബനാ തഖബ്ബൽ ദുആ.
ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയായിരുന്നു അല്ലേ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, പടച്ചോനെ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ. അവിടെ നിർത്തിയോ? വമിൻ ദുരിയത്തി, എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥന. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ എന്റെ ദുആ, എന്റെ പ്രാർത്ഥന കേൾക്കണേ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് അനുകൂലമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം അല്ലെ. ദീൻ പഠിക്കുന്ന മക്കളാണ്, അറിവ് പഠിക്കുന്ന, നിസ്കാരം നിലനിർത്തുന്ന, ഈ മോശപ്പെട്ട ചിന്തകളിലേക്ക് പോകാത്ത, ആ ഒരു അനുകൂലമായും പ്രതികൂലമായിട്ടും പ്രാർത്ഥന ഉണ്ട്. അനുകൂലമായ പ്രാർത്ഥനകളിൽ നമ്മളൊരു ഇടം എന്ത് ചെയ്യണം, ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. മഹാരഥന്മാരായ സാലിഫ് ഹുസൈൻ ഹഫളഹുല്ല പറയുന്ന ഒരു വാചകം കൂടി പറഞ്ഞ് സംസാരം അവസാനിപ്പിക്കുകയാണ്. ഫലാ യജൂസു ലിൽ ഇൻസാൻ അയതസാഹല ഫി ഹുദൂരി മജാലിസിൽ ഇൽം, അല്ലേ, അള്ളാന്റെ ദീന് പഠിക്കുന്ന സദസ്സില് വരാനും അതിലൊന്ന് ഇരിക്കാനും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് തസാവുല്, ഈ തസാവുല് ഒരു മടി അലസതി ഉണ്ടാകാൻ പാടില്ല. എന്നെ പച്ചങ്ങായി വിളിച്ചതല്ലേ, പോയിട്ടില്ലേ, മോശല്ലേ, അല്ല, അങ്ങനെ നമ്മൾ വരണ്ട. ആ താല്പര്യത്തോടു കൂടി വരണം. എന്നിട്ടോ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ആവേശം ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാം, ഒരങ്ങനെ കഴിച്ചു കൂട്ടാം. എന്നതിനപ്പുറത്ത് ഇക്കിന്റെ സ്വർഗീയ പ്രവേശനത്തിനുള്ള ഒരു മുതൽക്കൂട്ടാണ് എന്ന താല്പര്യാർത്ഥം എന്ത് ചെയ്യണം, ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. മഹാരഥന്മാരെ, പണ്ഡിതന്മാരും മറ്റുമൊക്കെ പഠിപ്പിക്കുന്നതല്ല, ഒരാൾ അറിവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവരെന്തില്ല, ഒരു ഹൈറും ഉണ്ടാവില്ല എന്നാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയിലേക്ക് പറയുന്നത്. നമ്മുടെ കേവലം ഒരു ഖുർആൻ ക്ലാസ് എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ കുറച്ചൊരു തസ്കിയ ലെവലിലേക്ക് ഒന്ന് പോയത് ഈ ഒരു വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ബോധ്യം ഉണ്ടാവണം. ആ രൂപത്തിൽ തന്നെ നമ്മളെ ഈ ഒരു ക്ലാസ്സിനെയും മറ്റുമൊക്കെ കാണണം. നമ്മളെ കുടുംബസമേതം നമ്മൾ വരണം. അതാണ് നമ്മൾ പറഞ്ഞതിന്റെ ഡെഫിനിഷൻ. നമ്മൾ ഉണ്ടാവണം, നമ്മളെ പേരക്കുട്ടികളും മക്കളും ഉണ്ടാവാൻ ഞാനെന്താ ഒരു കാർക്കശ സ്വഭാവക്കാരനായിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കുടുംബം ആ ഒരു ഈ അന്തരീക്ഷത്തിലേക്ക് വളർത്തിയിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ ഞാനും നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകാനുള്ളതാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമു എന്ന് ഒന്ന് അർത്ഥറിഞ്ഞ് അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ചെല്ലാൻ കഴിയുന്ന മക്കൾ വളരണമെങ്കിൽ, അല്ലെ, നമ്മള് രോഗിയാകുമ്പോ പ്രയാസപ്പെടുമ്പോ എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്നറിയേണ്ട ഭാര്യമാരുണ്ടാകണമെങ്കിൽ, സഹോദരിമാരെ, നമ്മുടെ ഭർത്താക്കന്മാര് വരണം. എങ്ങനെയാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അറിയണമെങ്കിൽ ഇത്തരം ദീനി കാര്യങ്ങളിലും മറ്റുമൊക്കെ നമ്മുടെ ഒരു സജീവ സാന്നിധ്യം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനൊക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, സമയമില്ലേ, എത്ര മിനിറ്റ്? 5 മിനിറ്റ്. അല്ലാഹുവേ, ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് ഇഖ്ലാസോടുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. മാറ്റിയാൽ മാറാത്ത രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള അപകടങ്ങളൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹു. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സന്താനങ്ങളിലുമൊക്കെ കണ്ണിക്കുളിർമ പ്രദാനം ചെയ്യണേ അല്ലാഹു. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബക്കാർ, പണ്ഡിതന്മാർ എല്ലാവരുടെയും ഖബറിടം വിശാലമാക്കണേ അല്ലാഹു. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ആയുസ്, ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.